ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. കേരളം ഉൾപ്പെടുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താനുള്ള പഠന പിന്തുണ പരിപാടിയുടെ കരട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി നൽകാൻ തീരുമാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. കേരളം ഉൾപ്പെടുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 89 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കേരളത്തിലെ 20 സീറ്റുകൾ, കർണാടകത്തിലെ 14 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ അടക്കമുള്ളവയിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. ഏപ്രിൽ 26-നാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുക. ആലപ്പുഴ ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ ആദ്യഘട്ട പ്രചാരണം പുരോഗമിക്കുന്നു. പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ഇന്ന് LDF സ്ഥാനാർത്ഥി AM ആരിഫ് ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട്. ബൂത്ത് തല കമ്മിറ്റികളുടെ സ്വീകരണ സമ്മേളനം ആയാപറമ്പ് തെക്കേക്കരയിൽ നിന്ന് തുടങ്ങി പല്ലന കുമാരകോടിയിൽ സമാപിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ആലപ്പുഴ നിയോജക മണ്ഡലം ഓഫീസിന്റെ പ്രവർത്തനം ഇന്ന് രാവിലെ പാതിരപ്പള്ളിയിൽ ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇന്ന് ഹരിപ്പാട് മണ്ഡലത്തിൽ വോട്ടർമാരെ കാണുകയാണ്. SNDP യോഗം, NSS യൂണിയൻ, KPMS ഓഫീസുകൾ സന്ദർശിച്ചു. വൈകിട്ട് ചെട്ടിക്കുളങ്ങരയിൽ റോഡ് ഷോ ആരംഭിച്ചു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ദൃശ്യശ്രവ്യ പ്രചരണത്തിന് അനുമതി നൽകാൻ ആലപ്പുഴ ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി പ്രവർത്തനം തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ന് വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തുടർന്ന് റോഡ് ഷോയും ഉണ്ടാകും. CPI നേതാവ് ആനി രാജ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റു പ്രമുഖർ. 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പരീക്ഷയെ അടിസ്ഥാനമാക്കി ആരംഭിച്ച പഠന പിന്തുണ പരിപാടിയുടെ കരട് SCERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ 10 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. എല്ലാ കുട്ടികളുടെയും അക്കാദമിക നിലവാരം ഗുണമേന്മയുള്ളതാക്കാൻ വേണ്ടിയാണ് പരിപാടി നടപ്പിലാക്കുന്നത്. ഏപ്രിൽ മാസം പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ജൂൺ 2-ാമത്തെ ആഴ്ചയിൽ പൂർത്തിയാക്കുന്ന രീതിയിലാണ് ആദ്യഘട്ടം വിഭാവനം ചെയ്യുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക് സൊല്യൂഷൻസ്. കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനതലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നൽകുന്ന ദൃശ്യശ്രവ്യ പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജില്ലാതലത്തിൽ സ്ഥാനാർത്ഥികളും വ്യക്തികളും നൽകുന്ന തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾക്ക് ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമാണ് വേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ് ആപ്ലിക്കേഷനായ EVM മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. കലാമണ്ഡലം ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ചരിത്ര തീരുമാനത്തിലേക്ക് കടന്ന് കേരള കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഇന്നത്തെ ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. വിഷയത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമുണ്ടായത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കുമെന്നും കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുക എന്നും യോഗത്തിൽ പറഞ്ഞു. ഇന്നലെ നർത്തകൻ RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം അവതരണം നടന്നിരുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി നൽകുന്ന ചരിത്ര തീരുമാനം കലാമണ്ഡലം എടുത്തത്. RLV രാമകൃഷ്ണനെതിരെ നൃത്താധ്യാപിക സത്യഭാമ നടത്തിയ പരാമർശം വിവാദമായതോടെയാണ് ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്ന വിഷയം ചർച്ചയായത്. ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടി നർത്തകി സത്യഭാമയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി RLV രാമകൃഷ്ണൻ. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് നാഗാലാന്റ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് S. സെർത്തോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയ അദ്ദേഹം കമ്മീഷൻ അംഗങ്ങളുമായി ചർച്ച നടത്തി. മധ്യവേനൽ അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ അടച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നലെ പൂർത്തിയായി. 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഇന്ന് അവസാനിച്ചതോടെയാണ് മധ്യവേനൽ അവധിക്ക് തുടക്കമായത്. കോളേജുകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാളെ മുതൽ അവധി ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ വ്യാഴം ആചരിക്കും. യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴ സ്മരണയായാണ് പെസഹ ആചരിക്കുന്നത്. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണയിൽ മറ്റന്നാളാണ് ദുഃഖവെള്ളി ആചരണം. ഞായറാഴ്ചയാണ് ഈസ്റ്റർ. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസ് ജീവനക്കാർക്ക് നിർബന്ധിത ഡ്യൂട്ടിക്ക് ഉത്തരവ് നൽകിയെന്ന രീതിയിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് തലശ്ശേരി തഹസിൽദാർ അറിയിച്ചു. സർക്കാർ കുടിശ്ശിക ഈ മാസം മാർച്ച് 31 മുൻപ് പിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി അവധി ദിവസങ്ങളിലും ജാഗ്രത വേണം എന്ന സതുദ്ദേശത്തോടുകൂടിയുള്ള നിർദ്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കുരിശുമല 67ാമത് തീർത്ഥാടനത്തിന്റെ 2ാം ഘട്ടം നാളെ ആരംഭിക്കും. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് 5 മണി മുതൽ സംഗമവേദിയിൽ നിന്ന് മലയിലേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി ആരംഭിക്കും. വോട്ട് അഭ്യർത്ഥിക്കാൻ കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ എത്തിയ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കി. SFI പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ABVP പ്രവർത്തകർ സംഘടിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. രോഗകാരികളായ ആശുപത്രി മാലിന്യങ്ങൾ ജൈവവളമാക്കുന്ന നൂതന സംവിധാനം അവതരിപ്പിച്ച് CSIR NIIST 1 കിലോഗ്രാം മെഡിക്കൽ മാലിന്യം 3 മിനിറ്റ് കൊണ്ട് കാർഷിക ആവശ്യത്തിന് അനുയോജ്യമായ സോയിൽ എഡിറ്റീവായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നമാണ് വികസിപ്പിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. കേരളം ഉൾപ്പെടുന്ന 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന പരസ്യങ്ങൾക്ക് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താനുള്ള പഠന പിന്തുണാ പരിപാടിയുടെ കരട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി നൽകാൻ തീരുമാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.